ഹായ് ഫ്രണ്ട്സ്, ഹെക്സൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോം എന്നൊരു ജാവാസ്ക്രിപ്റ്റിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഡോം, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ ഡോം എന്നൊരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡോം എന്നാൽ എന്താണ്? ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ, അതാണ് ഡോം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ HTML-ന്റെ അല്ലെങ്കിൽ ഒരു വെബ് പേജിന്റെ HTML ഡോംസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു വെബ് പേജിന്റെ നമ്മൾ HTML ഒക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യണ ഒരു വെബ് പേജ്, അങ്ങനെ ഒരു വെബ് പേജിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് റെപ്രസെന്റേഷൻ ആണ് ഡോം എന്ന് പറയുന്നത്. അതായത് ഒരു വെബ് പേജ് ബ്രൗസറിൽ ലോഡ് ആവുന്ന സമയത്ത് ആ ബ്രൗസർ അതിന്റെ ആ പേജിന്റെ HTML ഡോമിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ HTML എലമെന്റിനെ, അതായത് ആ പേജിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. എല്ലാ എലമെന്റ്സും, അതായത് HTML ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സും, HTML എന്ന് പറഞ്ഞൊരു എലമെന്റ്, ടൈറ്റിൽ, ഹെഡ്, ബോഡി, അങ്ങനെ ഓരോ എലമെന്റിനെയും ഓരോ ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് HTML ഡോംസ് അല്ലെങ്കിൽ ഡോം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ, ആ ഓരോ എലമെന്റ്സിനെയും നമുക്ക് നോട്ട്സ് എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കതിനെ ഈ ഡോം എന്ന് പറയുന്ന അല്ലെങ്കിൽ HTML എലമെന്റ്സിനെ ഡോം ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആക്സസ് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ HTML എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡോമിനെ ആക്സസ് ചെയ്യാനായിട്ട് പല വഴികളുണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡോമിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ പറ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ വർക്കിംഗ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു HTML എലമെന്റിന്റെ ID നെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെയാണ് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കോഡിൽ നോക്കാം. സോ നമ്മൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു എക്സ്റ്റേണൽ JS ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഒന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, അത് ബാക്കി എങ്ങനെയാണ് വർക്കിംഗ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. H1 ടാഗിന് ഞാൻ ഒരു ID സെറ്റ് ചെയ്യുന്നു. നമുക്ക് തൽക്കാലം head1 എന്നൊരു ID കൊടുക്കാം. ഇതില് ഹലോ വേൾഡ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഇങ്ങനെ ഹലോ വേൾഡ് എന്ന് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഇതിപ്പോ നോർമൽ കേസിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആവും. ഒന്ന് ലൈറ്റ് സെർവറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് H1 എലമെന്റ് ആയിട്ട് നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡോം ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തു, അതിനൊരു IDയും സെറ്റ് ചെയ്തിട്ടുണ്ട് head1 എന്നുള്ളത്. അതിനുശേഷം ഞാൻ sample.jsൽ വന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ പറ്റി മെത്തേഡിനെ നോക്കി. അപ്പൊ അതേപോലെയുള്ള ഒരു ഇതാണ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോട്ടൽ ഡോക്യുമെന്റ് ആണ് വരുന്നത്. ഗെറ്റ് എലമെന്റ് ബൈ ID, ഗെറ്റ് എലമെന്റ് ബൈ ID, എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ ID എന്തായിരുന്നു നമ്മൾ കൊടുക്കുന്നു. അതായത് head1 എന്നായിരുന്നു ID വന്നിരുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു വേരിയബിളിലേക്ക് നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് കൊടുക്കാം. arrayയിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ID വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് ആ ഡോക്യുമെന്റിൽ IDയിലുള്ള ഈ head1 എന്നുള്ള IDയിൽ വരുന്ന എലമെന്റിനെ ഗെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ ഗെറ്റ് ചെയ്ത് A എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിനുശേഷം ഇപ്പൊ നമുക്ക് അതിനെ ഗെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന്
നോക്കാം. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം നമുക്ക്. നമുക്ക് അവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഐഡിക്കുള്ളിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കണ്ടന്റിനെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിപ്പോ എയിലേക്ക് ആ ഒരു ഐഡിയിലുള്ള കണ്ടന്റിനെ എലമെന്റിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിന്റെ ഇന്നർ HTML ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാണ്. അതായത് അതിന്റെ കണ്ടന്റ് ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് പോവാണ്. ഇസ് ഈക്വൽ ടു നമുക്ക് ലേൺ വിത്ത് ഹെക്സെന്റ് എന്ന് കൊടുക്കുന്നു ഞാൻ. അതായത് എന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഹെഡ് 1 എന്ന് പറഞ്ഞ ഐഡിയിൽ ഇരിക്കുന്ന ആ എലമെന്റിന്റെ ഇന്നർ HTML അതിന്റെ ആ ഒരു കണ്ടന്റ് ഇപ്പൊ എന്താണോ ഉള്ളത് അത് മാറിയിട്ട് ലേൺ വിത്ത് ഹെക്സെന്റ് എന്ന കണ്ടന്റിലേക്ക് ആവണം. ഇതാണ് ആവശ്യം. അപ്പൊ നമുക്ക് നോക്കാം. അതെ, നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ലേൺ വിത്ത് ഹെക്സെന്റ് എന്നായിട്ടുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാം ഹലോ വേൾഡ് എന്നായിരുന്നു. അത് ഞാൻ ലേൺ വിത്ത് ഹെക്സെന്റ് എന്നാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ എലമെന്റ്സിൽ നോക്കിയാൽ നമ്മുടെ അവിടെ ആ ചേഞ്ച് വന്നേക്കുന്നത് കാണാം. H1 ടാഗില് നമ്മൾ ബേസിക്കലി നമ്മൾ ഹലോ വേൾഡ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് ആ ഐഡി ഉപയോഗിച്ച് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് ലേൺ വിത്ത് ഹെക്സെന്റ് എന്ന് ആക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു എലമെന്റിന്റെ കണ്ടന്റ് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഞാൻ ഇത് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കൺസോളിലേക്ക് പ്രിന്റ് ചെയ്യിക്കാം. കൺസോൾ ഡോട്ട് ലോഗ് എ. ഈ ഐഡിയിലിരിക്കുന്ന കണ്ടന്റ് എയിൽ ഉണ്ടാവും. അത് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതേ പഴയതുപോലെ ഹലോ വേൾഡ് എന്ന് തന്നെ ആയിട്ടുണ്ട്. നമ്മളത് മാറ്റി കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് കൺസോളിൽ നോക്കാം. കൺസോളിൽ നമ്മുടെ ആ ഒരു ഇത് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാനാണ് പറഞ്ഞത്. അതായത് ആ ഒരു എയിൽ എന്താണ് ഇപ്പോൾ ഉള്ളത് അതിനെ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. അത് പ്രിന്റ് ആയിട്ടുണ്ട്. കൺസോളിൽ നമുക്കതിനെ കാണാനായിട്ട് പറ്റും. ഇത് നമുക്കിനി ഇതിന്റെ പിന്നെ ഓരോന്നായിട്ട് നമുക്കൊന്ന് മാറ്റി നോക്കാം. കൺസോളിൽ തന്നെ ചെയ്ത് നോക്കാം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി one dot inner HTML is equal to now with hexen നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് എൻ്റർ അടിച്ചപ്പോഴത്തേക്കിനും ഇവിടുത്തെ ആ കണ്ടന്റ് മാറി പഴയ പോലെ തന്നെ നമ്മുടെ ഹലോ വേൾഡ് ആയിരുന്നു പഴയ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് മാറിയിട്ട് നമുക്ക് ലേൺ വിത്ത് ഹെക്സെന്റ് എന്നുള്ള കണ്ടന്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഓരോന്നും എങ്ങനെയാണ് ഓരോന്നും മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് ഈ ഐഡി വെച്ച് തന്നെ ഓരോ കണ്ടന്റ് കണ്ട ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടോട്ടൽ ഡോക്യുമെന്റ് നമുക്ക് അവിടെ സെലക്ട് ആവുന്നുണ്ട്. നമ്മുടെ ഇന്നർ HTML ചേഞ്ച് ചെയ്യാനുള്ള പഴയ ലൈനാണിത്. നമുക്കിതിന്റെ ഇന്നർ HTML പകരം ഞാനിതിന്റെ സ്റ്റൈല് ഒന്ന് മാറ്റി കൊടുക്കുന്നു. നമുക്ക് CSS സ്റ്റൈലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും. സ്റ്റൈൽ ഡോട്ട് കളറാണ് മാറ്റി കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് അതിലെന്താണോ കളർ നമുക്ക് വരേണ്ടത് അതൊന്ന് കൊടുക്കാം. ഞാൻ ബ്ലൂ കളർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, അതിന്റെ സ്റ്റൈല്, അതായത് ആ ഹെഡ് 1 എലമെന്റിന്റെ ഹെഡ് 1 എന്നുള്ള ഐഡിയിലുള്ള എലമെന്റിന്റെ സ്റ്റൈല്, അതായത് അതിന്റെ കളർ സ്റ്റൈലായ കളർ മാറി ബ്ലൂ ആവുന്നു. അതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത്. നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഇതാണ് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി വെച്ചിട്ട്
നമുക്കൊന്ന് ഇതുപോലുള്ള സിമ്പിൾ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഡൈനാമിക് വെബ് പേജസ് ഈ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി പോലുള്ള ഡോം ഒക്കെ ഉപയോഗിച്ചിട്ട് ഡോം മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്തത്. നമുക്കിനി അതിനെ ക്ലാസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഐ ഡി ഉപയോഗിച്ച് ചെയ്തതിന് പകരം ക്ലാസ് ഉപയോഗിച്ച് ആ എലമെന്റിനെ ആക്സസ് ചെയ്ത് ക്ലാസ് നെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്ത് അതിന്റെ കണ്ടന്റുകൾ ചേഞ്ച് ചെയ്യാനും സ്റ്റൈല് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിരിച്ച് HTML ഫയലിൽ വരുന്നു. ഇതിൽ വന്നിട്ട് ഞാൻ ഈ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഐ ഡി മാറ്റിയിട്ട് അവിടെ ക്ലാസ് ആക്കി കൊടുക്കുന്നു. ഒരു p ടാഗ് കൂടെ കൊടുത്തു. ഒരു p ടാഗും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് എലമെന്റ്സ് ഉണ്ട്. രണ്ട് എലമെന്റ്സിനും ക്ലാസ് കൊടുത്തു. നേരത്തെ ഐ ഡി എന്ന് പറയുന്നത് യുണീക്ക് ആയിരുന്നു. ഒരു എലമെന്റിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ക്ലാസ് എന്ന് പറയാൻ നമുക്ക് എത്ര വേണേലും കൊടുക്കാം. അപ്പൊ ഞാൻ രണ്ട് എലമെന്റിനും ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഹെഡ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് രണ്ട് എലമെന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കണ്ടന്റ് ഞാൻ JavaScript വേർഡ് എന്നാക്കിയിട്ടുണ്ട്. ഇനി മെത്തേഡ് ഡോം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഞാൻ വേരിയബിളിലോട്ട് തൽക്കാലം സ്റ്റോർ ചെയ്യുന്നില്ല. അല്ലാതെ ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം വെച്ചിട്ടാണ് ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് ക്ലാസിന്റെ നെയിം കൊടുക്കുന്നു ഹെഡ് വൺ. ഒരു വാറിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൺസോൾ ഡോട്ട് ഓക്കെ. നമുക്കിതിനെ ഒന്ന് നോക്കാം. നമ്മളെ രണ്ട് ഇതും വന്നിട്ടുണ്ട്. നമ്മൾ കൺസോളിൽ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു HTML കളക്ഷൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിന്റെ HTML ഒക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇതിപ്പോ അറേ പോലെ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ അതായത് ഹെഡ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് രണ്ട് HTML എലമെന്റ്സിനുണ്ട്. അതാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഇത് അറേ പോലെ തന്നെയാണ്, ബട്ട് അറേ അല്ല. പക്ഷെ രണ്ടിനും ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട്. ആദ്യത്തെ H1 അതായത് ആദ്യത്തെ ക്ലാസ് നെയിം വരുന്നതിന് 0th പൊസിഷനിലും രണ്ടാമത് വരുന്നതിന് ഫസ്റ്റ് പൊസിഷനിലും ആയിട്ട്, അതായത് 0, 1 എന്നുള്ള രീതിയിലുള്ള പൊസിഷനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അറേ അല്ല, അറേ പോലെ ആണെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ഇതാക്കാമെന്ന് നോക്കാം. ഇതിനെ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ വന്നിട്ട് document dot get element by class name ബ്രാക്കറ്റില് ഹെഡ് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു a ഡോട്ട് HTML is equal to welcome programming world എന്ന് കൊടുക്കുന്നു.
നമ്മൾ ഇങ്ങനെ കൊടുത്തു അതിന്റെ ഈ ഇന്നർ HTML, അതായത് എയിലിരിക്കണം ഇന്നർ HTML എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെൽക്കം പ്രോഗ്രാമിംഗ് വേൾഡ് എന്നാക്കാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നെയിം നമുക്ക് പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. അതായത് രണ്ട് ക്ലാസ് ഉണ്ടല്ലേ, രണ്ട് ക്ലാസ് സെയിം നെയിമിലുള്ള രണ്ട് ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കതിനെ പൊസിഷൻ പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ ആദ്യം നമുക്കൊന്ന് A0 എന്ന് കൊടുത്തപ്പോൾ തന്നെ ആദ്യത്തെ HTML എലമെന്റ് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ താഴെ h1.head1 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പൊസിഷൻ ബാക്കി കൂടെ പറഞ്ഞു കൊടുക്കാം. ഇന്നർ HTML ഈക്വൽസ് വെൽക്കം പ്രോഗ്രാമിംഗ് വേൾഡ് എന്ന് കൊടുക്കാം. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഡോട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഹെഡിങ് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹെഡിങ്, അതായത് ആ ഒരു ഫസ്റ്റ് എലമെന്റ് head1 എന്നുള്ള ക്ലാസ് നെയിമിന്റെ 0th പൊസിഷനിൽ ഉണ്ടായിരുന്ന എലമെന്റ് ഏതാണോ അതിന്റെ ഇന്നർ HTML ചേഞ്ച് ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഞാൻ അടുത്ത പൊസിഷൻ കൊടുക്കുന്നു. ഫസ്റ്റ് പൊസിഷനിലുള്ളത് A1-ലുള്ളതിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റാനായിട്ട് നോക്കാം. സ്റ്റൈൽ ഡോട്ട് നേരത്തെ പോലെ നമുക്ക് കളർ ഒന്ന് മാറ്റി നോക്കാം. കളർ ഈക്വൽസ് റെഡ് ആക്കാം. രണ്ടാമത്തെ എലമെന്റിന്റെ കളർ എന്ന് പറയുന്നതിന്റെ സ്റ്റൈല് ചേഞ്ച് ആയിട്ടുണ്ട്, റെഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തില് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ക്ലാസ് നെയിം ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ HTML എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനും അതിന് സ്റ്റൈല് ചേഞ്ച് ചെയ്യാനായാലും അതിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാനായാലും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ DOM മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും ബേസിക്, ജാവാസ്ക്രിപ്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്, ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ഡീപ്പായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ബിഗിനേഴ്സിനൊക്കെ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. പുതിയ ഏതെങ്കിലും വീഡിയോ ചെയ്യണം, എന്തെങ്കിലും പ്രത്യേക ടോപ്പിക് ഉണ്ടോന്നൊക്കെ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.